സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് അബദ്ധത്തിൽ ഗോളടിച്ചതിന്റെ പേരിൽ ആരാധകർ കൊന്നുകളഞ്ഞ ഒരു മികച്ച ഫുട്ബോളറുണ്ട്. 6 തവണ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തപ്പോഴും കമന്റേറ്റർമാർ അലറുന്നതുപോലെ ഗോൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ ഘാതകൻ ഒരു മനസാക്ഷിയും കൂടാതെ അദ്ദേഹത്തെ വെടിവെച്ചത്. കൊളംബിയൻ ഡിഫൻഡർ ആയിരുന്ന ആൻഡ്രേസ് എസ്കോബാറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദ ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ അഥവാ ഫുട്ബോളിലെ മാന്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം കളിക്കളത്തിലെ മാന്യമായ പെരുമാറ്റം കൊണ്ടും മികച്ച ഡിഫൻഡർ എന്ന നിലയിലും വളരെ പ്രശസ്തനായിരുന്നു. 1994 അമേരിക്കയിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ സാധ്യതകളുള്ള ടീമിൽ ഒന്നായിട്ടും പെലെ ഉൾപ്പെടെയുള്ള പ്രമുഖർ സെമിഫൈനലിൽ എത്തുമെന്ന് വരെ പ്രവചിച്ച ടീമായിരുന്നു കൊളംബിയ. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ റൊമാനിയോട് പരാജയപ്പെട്ട കൊളംബിയയ്ക്ക് വേൾഡ് കപ്പിൽ തുടർന്നു പോകാൻ അടുത്ത മത്സരത്തിൽ ജയിക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. എന്നാൽ അമേരിക്കയായിട്ട് നടന്ന അടുത്ത മത്സരത്തിൽ ആൻഡ്രേസ് എസ്കോബാറിന്റെ കാലിൽ നിന്നും സ്ലൈഡ് ചെയ്ത് അബദ്ധവശാൽ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോൾ വീഴുകയായിരുന്നു. ആ മത്സരത്തിൽ കൊളംബിയ യുഎസ്എയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകുകയും ചെയ്യുന്നു. ഈ പരാജയം മയക്കുമരുന്ന് ചൂതാട്ട മാഫിയകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. വേൾഡ് കപ്പിൽ നിന്നും പുറത്തായെങ്കിലും ടീമിലുള്ള മറ്റംഗങ്ങൾ അമേരിക്കയിൽ തന്നെ തുടരുകയും എന്നാൽ എസ്കോബാർ തന്റെ ജനങ്ങളെ കാണുവാൻ വേണ്ടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്നത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ്. എന്നാൽ ആ ഒരു യാത്ര തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. സ്വന്തം നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം നൈറ്റ് ക്ലബിൽ സുഹൃത്തുക്കളുമായി പോകുന്നു. പക്ഷേ അവിടെ വെച്ച് ഗാലൻ ബ്രദേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന മയക്കു മാഫിയ സംഘം അദ്ദേഹത്തെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. എസ്കോബാർ അത് വലിയ കാര്യമാക്കിയില്ലെങ്കിലും പുലർച്ചെ 3 മണിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കാറിലേക്ക് നടന്ന അദ്ദേഹത്തെ ഈ സംഘം വളയുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് 6 തവണ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഗുരുതരമായി പരിക്കേറ്റ എസ്കോബാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം വെറും 27 വയസ്സ് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ ഏകദേശം 1.25 ലക്ഷത്തോളം ആളുകളായിരുന്നു. ഈ കൊലപാതകയ്ക്ക് 45 വർഷത്തെ ജയിൽ ശിക്ഷ കോടതി വിധിച്ചെങ്കിലും നല്ല പെരുമാറ്റത്തിന്റെ പേരിൽ 11 വർഷം തടവ് ശിക്ഷയ്ക്ക് ശേഷം 2005 അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി.